സ്തോത്രം. അല്പകാലം മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. ഒരു മനുഷ്യൻ്റെ ആയുസ് 70, ഏറിയാൽ 80. അതിൻ്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും അത് വേഗം തീരും, നാം പറന്നു പോവുകയും ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മുടെ ഈ ഭൂമിയിലെ വാസം അത്രയേ ഉള്ളൂ. അത് സങ്കീർത്തനക്കാരൻ പറയുന്നത് 4 വിരൽ നീളമേ ഉള്ളെന്നാണ്. 4 വിരൽ നീളം. ശൈശവകാലം, ബാല്യകാലം, യൗവനകാലം, വാർദ്ധക്യകാലം. സ്തോത്രം. പേടിക്കേണ്ട, വാർദ്ധക്യത്തിലെത്തിയവർ 3 കഴിഞ്ഞു പോയല്ലോ എന്ന്. സ്തോത്രം. തിരിച്ചു പോകാൻ പറ്റത്തില്ല. സ്തോത്രം. ഇന്നലെ വരെയുള്ള ദിവസങ്ങളൊക്കെ നഷ്ടമായി. സ്തോത്രം. സമയം തിരിച്ചു കിട്ടത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പിന്നിലേക്ക് സമയത്തെ നോക്കണ്ട, മുന്നിലുള്ള സമയത്തെ നോക്കിയാൽ മതി. അത് ജീവിക്കേണ്ടതുപോലെ ഒന്ന് മര്യാദയ്ക്ക് ജീവിച്ച് തീരുവാനായിട്ട് നമുക്ക് മുന്നോട്ട് നോക്കാം. സ്തോത്രം. അപ്പോൾ നമ്മുടെ ഈ ഭൂമിയിലെ വാസം 70 അല്ലെങ്കിൽ 80 വർഷം എന്ന് പറഞ്ഞാൽ 4 വിരൽ നീളം. അത് സ്തോത്രം. അതിനെ 28 തിരിച്ചാൽ 28 കാലങ്ങൾ. സ്തോത്രം. സഭാപ്രസംഗി പറയുന്നുണ്ട്. സ്തോത്രം. കണ്ട വായിക്കാൻ പോകണ്ട, നമുക്ക് വായിക്കാൻ പോയി കഴിഞ്ഞാൽ സമയം പോവും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആ 28 കാലങ്ങൾ നമ്മളൊന്ന് കയറി പോകണ്ട. പക്ഷെ എന്നാലും നമ്മൾ മറക്കാത്ത കാലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒന്നാമത് നമുക്ക് മറക്കാൻ പറ്റാത്ത കാലം കഷ്ടകാലം. സ്തോത്രം. 2 നമുക്ക് മറക്കാൻ പറ്റാത്തത് നഷ്ടകാലം. 3 നമുക്ക് മറക്കാൻ പറ്റാത്തത് ക്ഷാമകാലം. 4 നമുക്ക് മറക്കാൻ പറ്റാത്തത് ദുഷ്കാലം. ആലോചിച്ച് നോക്കി. സ്തോത്രം. അപ്പോൾ പ്രധാനപ്പെട്ട ഈ സ്തോത്രം അല്പകാലം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇതെല്ലാമുണ്ട്. ഇതിൽ കൂടെ എല്ലാം നമ്മൾ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, കടന്നു പോയേ പറ്റത്തുള്ളൂ. സ്തോത്രം. അപ്പോൾ അവിടെ ഒന്നാമതായിട്ട് പറയുന്നത് സ്തോത്രം കഷ്ടകാലമെന്ന. കഷ്ടകാലം. സ്തോത്രം. കഷ്ടകാലത്തിന് പര്യായമായിട്ട് പറയുന്നത് യോബ് എന്നാണ് പറയുന്നത്. പക്ഷേ എന്തിനാ ഈ നെഗറ്റീവ് വെച്ചിട്ട് യോബിനെ ചേർത്ത് പിടിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞ് യോബിനെ ചേർത്ത് പിടിച്ചുകൂടാ? സ്തോത്രം. കഷ്ടതയുടെ പര്യായം എന്നല്ല, ദൈവഭക്തിയുടെ പര്യായം. ഒന്നാലോചിച്ച് നോക്കി. സ്തോത്രം. അവൻ കഷ്ടത്തെ അല്ല മുറുകെ പിടിച്ചത്, അവൻ ഭക്തിയെയാണ് മുറുകെ പിടിച്ചത്. ഹല്ലേലൂയ. അവൻ മുറുകെ പിടിച്ചത് പറയാൻ ആരുമില്ല, പക്ഷെ അവൻ്റെ കഷ്ടതയെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ ഒത്തിരി പേരുണ്ട്. സ്തോത്രം. അങ്ങനെയല്ലേ? നമുക്കൊരു പ്രയാസം വന്നു കഴിയുമ്പോഴത്തേക്ക് അതിനെ കുത്താനായിട്ട് നോവിപ്പിക്കാനായിട്ട് എത്ര പേരുണ്ടെന്നറിയോ? സ്തോത്രം. സ്തോത്രം. എന്നാ ഇങ്ങനെ ഇരിക്കണേ? കാരണം എന്തോ പ്രയാസം ഉണ്ടെന്നുള്ളതറിയാം, പിന്നെ ഒന്നോടെ ഒന്ന് കുത്തുക. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ വന്നിട്ട് ഈ പരിപാടിയായിരുന്നു. സ്തോത്രം. ഈ പരിപാടിയായിരുന്നു. അപ്പോൾ ഈ യോബ് കടന്നുപോയത് ശരിക്കും കഷ്ടം തന്നെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോബ് പറഞ്ഞത്, തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായിട്ട് ജനിച്ചിരിക്കുക.